കർത്താവിൻ്റെ നാമത്തിൽ കടന്നു വന്ന എല്ലാവർക്കും ഷലോം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കിപ്പോൾ ഒരു വചനഭാഗം വായിക്കാം. സങ്കീർത്തനം 132 ആദ്യത്തെ 5 വാക്യങ്ങൾ വായിക്കാം. സങ്കീർത്തനം 132 വായിക്കാം. യഹോവേ, ദാവീദിനെയും അവൻ്റെ സകല കഷ്ടതയെയും ഓർക്കേണമേ. അവൻ യഹോവയോട് സത്യം ചെയ്തു. യാക്കോബിൻ്റെ വല്ലഭന് നേർന്നത് എന്തെന്നാൽ, ഞാൻ യഹോവയ്ക്ക് ഒരു സ്ഥലം, യാക്കോബിൻ്റെ വല്ലഭന് നേർന്നത് എന്തെന്നാൽ, ഞാൻ യഹോവയ്ക്കൊരു സ്ഥലം, യാക്കോബിൻ്റെ വല്ലഭന് ഒരു നിവാസം കണ്ടെത്തും വരെ ഞാൻ എൻ്റെ കൂടാരത്തിൽ കടക്കുകയില്ല, എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയുമില്ല. ഞാൻ എൻ്റെ കണ്ണിന് ഉറക്കവും എൻ്റെ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കുകയില്ല. ദാവീദിനെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ദാവീദ് തൻ്റെ ജീവിതത്തിൽ 13 വർഷങ്ങൾ വളരെ കഷ്ടതയിൽ കൂടി, പ്രയാസത്തിൽ കൂടി കടന്നുപോയി, അപമാനങ്ങളിൽ കൂടി കടന്നുപോയി, സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കൂടി കടന്നുപോയി, വിശപ്പും ദാഹവുമൊക്കെ അനുഭവിച്ചു, മരുഭൂമിയിൽ കൂടി നടക്കേണ്ടി വന്നു, നിന്ദകൾ സഹിക്കേണ്ടതായിട്ട് വന്നു, യാതൊരു ഗതിയുമില്ലാത്ത ജീവിതം നയിക്കേണ്ടി വന്നു. അങ്ങനെ കഷ്ടതയുടെയും ഞെരുക്കത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയൊക്കെ നാളുകളിൽ കൂടി താൻ കടന്നുപോകുന്ന സമയത്ത് തൻ്റെ മനസ്സ് എവിടെയായിരുന്നുവെന്നറിയാമോ? ദൈവത്തിൻ്റെ മേലായിരുന്നു. ദൈവമേ, വലിയ കഷ്ടതയിൽ കൂടി കടന്നു പോവുകയാണ്, വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്, വലിയ സങ്കടങ്ങൾ അനുഭവിക്കുകയാണ്. നീ എന്നെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അത് ഇഷ്ടപ്പെടാത്തത് ശൗലാണെങ്കിലോ എന്നെ കൊല്ലുവാനായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ജീവനും വാരിപ്പിടിച്ചുകൊണ്ട് അവനിൽ നിന്ന് അകന്നു പോവുകയാണ്. കഴിക്കുവാൻ ആഹാരം പോലുമില്ല, കിടക്കുവാൻ സ്ഥലം പോലുമില്ല. ഞാൻ കഷ്ടപ്പെടുകയാണ് ദൈവമേ, തളർന്നു പോവുകയാണ്. എന്നാൽ എൻ്റെ മനസ്സ് മുഴുവൻ നിന്റെ കൂടെയാണ്. ദൈവമേ, യഹോവേ, എൻ്റെ മനസ്സെന്ത് പറയുന്നതെന്നറിയാമോ? നോക്കൂ, നമുക്കത് വായിക്കാം. യഹോവേ, ദാവീദിനെയും അവൻ്റെ സകല കഷ്ടതയെയും ഓർക്കണമേ എന്ന് പറയുന്നു. ഇത് വാസ്തവത്തിൽ ദാവീദ് തന്നെ രചിച്ചതായ സങ്കീർത്തന ഭാഗമാണ് എന്നാണ് ചില വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. കാരണം ദാവീദിന്റെ പ്രാർത്ഥന ഇവിടെ കാണാൻ കഴിയും. എന്നാൽ ഇവിടെ എന്താണ് പറയുന്നത്? യഹോവേ, ദാവീദിനെയും അവൻ്റെ സകല കഷ്ടതയെയും ഓർക്കണമേ എന്നാണ്. നിങ്ങളെപ്പോഴെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഞാൻ ചില നാളുകളിൽ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. എങ്ങനെയാണെന്നറിയാമോ? ഒരുപക്ഷേ സതീഷ് കുമാർ എന്ന നിലയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ മനസ്സില്ലെന്നിരിക്കട്ടെ. അതായത് ഏതായാലും പ്രാർത്ഥിച്ചേക്കാം, അങ്ങനെയൊരു മനസ്സുണ്ടെന്നിരിക്കട്ടെ. എന്തു ചെയ്യുമെന്നറിയാമോ? ദൈവസന്നിധിയിൽ ഇരുന്നിട്ട്, ദൈവമേ, സതീഷുണ്ടല്ലോ, കർത്താവേ, സതീഷുണ്ടല്ലോ, അവനെക്കുറിച്ച് ആത്മീയമായിട്ടൊന്ന് ബലപ്പെടുത്ത്. ബലഹീനനായിരിക്കുന്നു. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാതെ അവൻ ഉപേക്ഷ കാണിക്കുകയാണ്. വലിയ ശുശ്രൂഷകൾ കൊടുത്തിട്ടുണ്ടല്ലോ, ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ, കുറച്ച് ശക്തി കൊടുക്കണമേ. ഇത്ര അത്ഭുതകരമായ ദൈവവേല ചെയ്യണമെങ്കിൽ നിന്റെ കരുണയില്ലാതെ, നിന്റെ ബലമില്ലാതെ ചെയ്യാൻ കഴിയില്ലപ്പാ. കർത്താവേ, അവൻ്റെ കാര്യമൊന്ന് നോക്കണമേ. ഇവിടെ ആർക്കു വേണ്ടിയാണ് പറയുന്നത്? പറയുക. ഇവിടെ ദാവീദും പറയുകയാണ്, യഹോവേ, ദാവീദിന്റെ കഷ്ടതയെ ഓർക്കണമേ. അവൻ്റെ ബുദ്ധിമുട്ടുകൾ കാണുന്നില്ലേ? അവൻ തളർന്നു പോവുകയാണ്. എന്നാൽ നിനക്കൊരു വിഷയം അറിയാമോ? ദാവീദ് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അവൻ കഷ്ടതയുടെ മധ്യയിലും നിന്നെക്കുറിച്ചാണ് ആലോചിച്ചത്. അവൻ കഷ്ടതയുടെ മധ്യയിലും നിന്റെ ആലയത്തെപ്പറ്റിയാണ് ചിന്തിച്ചത്. കഷ്ടതയുടെ മധ്യയിലും നിനക്ക് വേണ്ടി അത്ഭുതകരമായ ഒരു ആലയം നിർമ്മിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. ഇന്ന് കഷ്ടതയിലായിരിക്കുന്നു, എന്നാൽ അവൻ്റെ മനസ്സെല്ലാം നിന്റെ മേലാണ്. നിന്നെ തന്നെ സേവിക്കുവാൻ, നിനക്ക് വേണ്ടി ജീവിക്കുവാൻ, നിന്റെ ആലയം നിർമ്മിക്കുവാൻ, അവിടെ ദൈവവേല നടക്കുവാൻ, അനേകർ കടന്നുവന്ന് അവിടെ ദൈവത്തെ ആരാധിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കഷ്ടതകളെ ഓർക്കണമേ. പ്രിയ സഹോദര, സഹോദരി, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ കഷ്ടതയിൽ കൂടി പോവുകയാണോ? ബുദ്ധിമുട്ടിൽ കൂടി പോവുകയാണോ? സാമ്പത്തിക ഞെരുക്കത്തിൽ കൂടി പോവുകയാണോ? രോഗത്തിൽ കൂടി കടന്നു പോകുകയാണോ? കഷ്ടതയുടെ കയങ്ങളിൽ മുങ്ങി നിവരുകയാണോ? അങ്ങനെയുള്ള സമയത്ത് ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ദൈവത്തോട് നിങ്ങൾ അപേക്ഷിച്ചാൽ, ദൈവത്തെക്കുറിച്ച് ആലോചിച്ചാൽ, ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുവാനായി ശ്രമം നടത്തിയാൽ, ദൈവത്തിൻ്റെ ആലയത്തിലും ദൈവത്തിൻ്റെ വേലയിലും നിങ്ങളുടെ മനസ്സ് വെച്ചാൽ,
കഷ്ടകാലത്തിൻ്റെ നടുവിൽ നീ ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വേലയെക്കുറിച്ചും ദൈവത്തിൻ്റെ സഭയെക്കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും നീ ആലോചിക്കുകയാണെങ്കിൽ, നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, സഹായം ചോദിക്കുകയാണെങ്കിൽ ദൈവം എന്തു ചെയ്യുമെന്നറിയാമോ? കഷ്ടതയുടെ മധ്യയിലും നീ ദൈവത്തെക്കുറിച്ച് ആലോചിച്ചതുകൊണ്ട് ദൈവം നിന്നെ എത്തിക്കേണ്ടതായ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാനിടയാകും. ഓ, അങ്ങനെയാണോ? എൻ്റെ ദൈവം എനിക്ക് എന്താണ് ചെയ്തത്? രോഗത്താൽ ഭാരപ്പെട്ടപ്പോൾ സൗഖ്യം തന്നോ? ജോലിയില്ലാതെ ഭാരപ്പെട്ടപ്പോൾ ജോലി തന്നോ? പ്രമോഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ പ്രമോഷൻ നൽകിയ ദൈവമാണോ? ആ വീട് വാങ്ങാൻ വേണ്ടി, ആ വീടിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ആ വീട് നൽകിയോ? ആ പെൺകുട്ടിയെ തന്നെ എനിക്ക് മരുമകളായിട്ട് ലഭിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്താണ് ചെയ്തത്? അവളെ എനിക്ക് മരുമകളായിട്ട് തന്നോ? ഇല്ലല്ലോ. ഇങ്ങനെ പരാതിപ്പെടുന്ന ആളുകളുണ്ട്. എന്നാൽ ദാവീദിനെ പോലെ കഷ്ടതയുടെ നടുവിൽ കൂടി കടന്നു പോകുമ്പോഴും ദൈവത്തെങ്കിലേക്ക് തന്നെ തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആളുകളും ഉണ്ട്. ദൈവമേ, ഇന്ന് കഷ്ടതയിൽ കൂടി പോവുകയാണ്, പ്രശ്നങ്ങളുടെ നടുവിൽ കൂടി പോവുകയാണ്. എന്നാൽ കർത്താവ് ഒരു കാര്യം പറയട്ടെ, നീ എന്നെ ഒരു ദിവസം അനുഗ്രഹിക്കും, ഒരു ദിവസം നീ എന്നെ ഉയർത്തും. ആ നാൾ വരുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യുമെന്ന് നോക്കണം. ഇന്നെന്തൊക്കെയാണോ ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, എന്നാൽ നീ എന്നെ അനുഗ്രഹിക്കുന്ന ദിവസം 100% നീ ചെയ്യാൻ പറയുന്നത് നിശ്ചയമായിട്ടും ഞാൻ ചെയ്യും. ആലയത്തെ നിർമ്മിക്കും, ആ ആലയത്തിന് ആവശ്യമായിരിക്കുന്ന സ്ഥലത്തെ വാങ്ങും. ഈ തീരുമാനങ്ങളൊക്കെ എപ്പോഴാണ് എടുത്തതെന്നറിയാമോ? പറയുക, കഷ്ടതയിൽ കൂടി പോകുമ്പോൾ. സഭയെ ഞാൻ പറയട്ടെ, നമ്മൾ കഷ്ടതയിൽ കൂടി ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവത്തിന് എന്ത് നേർച്ചയാണോ നീ നേർന്നിരിക്കുന്നത്, അത് ചെയ്യുവാൻ കഴിയുന്നതായ ശക്തി ദൈവം നിനക്ക് നൽകാനിടയാകും. ഈ വാസ്തവത്തെ നിങ്ങൾ മനസ്സിലാക്കുക. കാൽവരി ടെമ്പിൾ നിർമ്മിക്കുന്നതിന് മുൻപ് കർത്താവിനോട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, കാൽവരി ടെമ്പിളിലേക്ക് പാവപ്പെട്ടവർ വരണം, വീടില്ലാത്തവർ, തുണയില്ലാത്തവർ, ആശ്രയമില്ലാത്തവർ, സഹായമില്ലാത്തവർ, ഈ ലോകത്തിൽ ഒന്നുമില്ലാത്ത ആളുകൾ നിന്റെ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ആലയം എങ്ങനെയായിരിക്കണമെന്നറിയാമോ? മനോഹരമായിരിക്കണം, അത് അത്ഭുതകരമായിരിക്കണം, അതിശ്രേഷ്ഠമായ ആലയമായിരിക്കണം. ആലയത്തിൻ്റെ പുറത്തവർക്ക് വീടില്ല എങ്കിലും ആലയത്തിലേക്ക് വരുമ്പോൾ ഇതെൻ്റെ ഭവനമാണ് എന്നവർക്ക് പറയാൻ കഴിയണം. ഇത് ഞങ്ങളുടെ ആലയമാണ് എന്ന് പറഞ്ഞ ആലയത്തെ കാണുമ്പോൾ അവർ സന്തോഷിക്കുവാനിടയാകണം. അങ്ങനെയൊരു ആലയം നൽകണമേ കർത്താവേ. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ രാജ്യത്ത് ഈ കാലഘട്ടത്തിൽ ഇത്ര മനോഹരമായ ആലയം എവിടെയെങ്കിലും നിർമ്മിച്ചിട്ടുണ്ടോ? ഒരു നിമിഷം ചിന്തിക്കുക. ഈ ആലയം നിർമ്മിക്കുന്ന സമയത്ത് ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ ആലയങ്ങളിൽ ഒന്നായിട്ട് നിർമ്മിക്കപ്പെട്ടു. എത്ര മനോഹരമായിട്ട്, എത്ര ശ്രേഷ്ഠമായിട്ടാണ് നിർമ്മിക്കപ്പെട്ടത്. അതുമാത്രമല്ല, ഇത്ര വലിയ ഈ ആലയവും എയർ കണ്ടീഷനിങ് ചെയ്താണ് നിർമ്മിച്ചത്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ പലരും പല ആലയങ്ങളിലും പോയിരിക്കാം. അതാത് സ്ഥലങ്ങൾ നിങ്ങൾ ആയിരുന്നപ്പോൾ അതെല്ലാം എയർ കണ്ടീഷൻ മന്ദിരങ്ങളായിരുന്നോ? ആയിരിക്കുകയില്ല. എന്നാൽ എൻ്റെ ആഗ്രഹം എന്തായിരുന്നറിയാമോ? ഇത് ദൈവത്തിൻ്റെ ഭവനമാണ്. എങ്ങനെയായിരിക്കണം? ദൈവത്തിൻ്റെ ഭവനമായിട്ട് തന്നെ ഇരിക്കണം. ഞാൻ ആഗ്രഹിച്ചത് അതാണ്. കർത്താവ്, നിൻ്റെ ആലയം നിൻ്റെ ഭവനമാണ്, അത് മനോഹരമാകണം, അത്ഭുതകരമാകണം. പാവപ്പെട്ട ആളുകൾ ആലയത്തിലേക്ക് വരണം. എന്നാൽ അവർ പാവപ്പെട്ടവരായിട്ട് തന്നെ ഇരിക്കാൻ പാടില്ല. പാവപ്പെട്ട ആളുകൾ ഈ ആലയത്തിൽ വന്ന് നിന്റെ വചനത്തിൻ്റെ സ്വാധീന ശക്തി കൊണ്ട് അനേകരുടെ മധ്യയിൽ അവർ ശ്രേഷ്ഠകരമായ ഭാഗ്യകരമായ ജീവിതം നയിക്കണം. അതായിരുന്നു എൻ്റെ പ്രാർത്ഥന. ഇതിനു മുമ്പ് വളരെ ഞെരുക്കത്തിലായിരുന്നതായ അനേകം ആളുകൾ ഇന്ന് നമ്മുടെ സഭയിൽ കടന്നു വന്ന ശേഷം അത്ഭുതകരമായ നന്മകൾ പ്രാപിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് നല്ലൊരു വസ്ത്രം പോലും ഇല്ലാതിരുന്ന അനേകം ആളുകൾ, പാവപ്പെട്ട ആളുകൾ ഇന്ന് നല്ല ശ്രേഷ്ഠകരമായ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് നമ്മുടെ ആലയത്തിലേക്ക് വരുന്നത്. പട്ടുസാരി ആയില്ലായിരിക്കാം. ഒരു കാലത്ത് കാൽനടയായി വന്ന ആളുകൾ ഇന്ന് നമ്മുടെ ആലയത്തിൽ അവർ സ്വന്തം വാഹനങ്ങളിൽ വരുന്നു. ധനികർ മാത്രമല്ല അനുഗ്രഹിക്കപ്പെടേണ്ടത്, ദൈവത്തിൽ വിശ്വസിക്കുന്നതായ പാവപ്പെട്ട ആളുകൾ അനുഗ്രഹിക്കപ്പെടണം. കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ വലിയ ധനവാന്മാരായിട്ട് മാറണമെന്നല്ല ആഗ്രഹിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ സകല ആവശ്യങ്ങളും നിറവേറ്റപ്പെടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നിങ്ങൾ കാണുന്ന ഈ ആലയം ഒരു കാലത്ത് എൻ്റെ സ്വപ്നമായിരുന്നു. ഒരു കാലത്ത് ഇതെൻ്റെ പ്രാർത്ഥനയായിരുന്നു. എപ്പോഴാണ് എനിക്ക് കഴിക്കാൻ ആഹാരം പോലും ഇല്ലാതിരുന്നപ്പോൾ, താമസിക്കാൻ ഒരു വീടില്ലാതിരുന്നപ്പോൾ, ധരിക്കാൻ ശരിയായൊരു വസ്ത്രമില്ലാതിരുന്നപ്പോൾ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, മനോഹരമായൊരു ആലയം വേണം, അത്ഭുതകരമായൊരു ആലയം വേണം. ആലയത്തിലേക്ക് നിന്റെ മക്കൾ വരുമ്പോൾ അതുകണ്ട് സന്തോഷിക്കാനിടയാകണം. കർത്താവെ, അങ്ങനെയുള്ളൊരു ആലയം നൽകണമേ.
പ്രിയ സഹോദര സഹോദരി, കേൾക്കുക. കഷ്ടകാലങ്ങളിൽ, ബുദ്ധിമുട്ടിൻ്റെ കാലങ്ങളിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കൂടി നീ കടന്നു പോകുമ്പോൾ നിന്റെ മനസ്സിൽ ദൈവത്തിൽ നീ പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട്, കർത്താവ് നിനക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിന്റെ ആലയത്തിനു വേണ്ടി ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, എൻ്റെ കുടുംബത്തിൽ കൂടി നിന്റെ സുവിശേഷത്തെ പ്രചരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ മകനെയും എൻ്റെ മകളെയും നിന്റെ വേലയ്ക്കായിട്ട് സമർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ നീ എന്തെല്ലാമാണോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ദൈവം തക്ക സമയമാകുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിന്റെ പ്രാർത്ഥന കേട്ട് അത്ഭുതകരമായ മറുപടിയും വിടുതലും അവൻ നിനക്ക് നൽകുവാനിടയാകും. വിശ്വസിക്കുക. ദാവീദിനെ ദൈവം അനുഗ്രഹിച്ചുവോ ഇല്ലയോ? അനുഗ്രഹിച്ചു. ആട്ടിടയനായിരുന്നു, ആടുകളെ മേച്ചു നടന്നവൻ. എന്നാൽ ദൈവത്തിൽ താൻ ആശ്രയം വെച്ചതായ സമയത്ത് ദൈവം ആട്ടിടയനായ അവനെ വലിയ രാജാവാക്കി മാറ്റി. അനുഗ്രഹിക്കപ്പെട്ടതിന് ശേഷം, രാജാവായതിനു ശേഷം നിഗളത്തോടുകൂടി താൻ പ്രവർത്തിക്കാനിടയായില്ല. പിന്നെ എന്താണ് ചെയ്തത്? കർത്താവേ, അങ്ങ് ഓർക്കുന്നുണ്ടോ? കഷ്ടകാലങ്ങളിലായിരുന്നപ്പോൾ, ബുദ്ധിമുട്ടിൽ കൂടി പോയിരുന്നപ്പോൾ അന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. എന്താണ്? നിനക്ക് വേണ്ടി അത്ഭുതകരമായ ഒരു ആലയം പണിയേണ്ടതിന് വേണ്ടി. ദൈവമേ, ഇന്ന് ആ ആലയം നിർമ്മിക്കാനുള്ളതായ കഴിവെനിക്ക് തന്നിട്ടുണ്ട്. ആ ആലയം ദാനം ചെയ്യാനുള്ള കൃപ എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് മൗനമായിരിക്കുന്നത്? എന്താണോ ഞാൻ നിന്റെ മുൻപിൽ ഉടമ്പടി ചെയ്തത്, ആ ഉടമ്പടി നിശ്ചയമായിട്ടും ഞാൻ നിർവഹിക്കും. അത്ഭുതകരമായ ഒരു ആലയത്തെ ഞാൻ നിർമ്മിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം മുമ്പാകെ ദാവീദ് അപേക്ഷിക്കാനിടയായി. അപ്പോൾ ദൈവം പറഞ്ഞു, ദാവീദേ, നിന്റെ ആലോചന നല്ലതാണ്, നിന്റെ ആഗ്രഹം നല്ലതാണ്, നീ ആലയം പണിയാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരു വിഷയമുണ്ട്. എന്താണ് കർത്താവേ? നീ ഇപ്പോൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആലയത്തെ നിന്റെ മകനിൽ കൂടി മാത്രമേ ഞാൻ നിർമ്മിക്കുകയുള്ളൂ. അതേ സമയത്ത് നീ എൻ്റെ ആലയം നിർമ്മിക്കുവാൻ ആഗ്രഹിച്ചതുകൊണ്ട് ഞാൻ നിന്നെ എത്രത്തോളം അനുഗ്രഹിക്കുമെന്ന് നീ നോക്കുക. ഇപ്പോൾ നമുക്ക് ഈ വചനം നോക്കാം. 2 ശമൂവേൽ പുസ്തകം 7-ാം അധ്യായം ആദ്യത്തെ 2-3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1-ാമത്തെ വാക്യം മുതൽ. യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി രാജാവിന് സ്വസ്ഥത നൽകിയതിനു ശേഷം രാജാവ് തന്റെ അരമനയിൽ വസിക്കും കാലത്ത് ഒരിക്കൽ രാജാവ് നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരുകൊണ്ടുള്ളതായ അരമനയിൽ വസിക്കുന്നു, ദൈവത്തിന്റെ പെട്ടകമോ തിരശ്ശീലയ്ക്കകത്ത് ഇരിക്കുന്നുവെന്ന് പറഞ്ഞു. നാഥാൻ രാജാവിനോട്, നീ ചെന്ന് നിന്റെ മനസ്സിലുള്ളതൊക്കെയും ചെയ്യുക, യഹോവ നിന്നോട് കൂടെയുണ്ട്. ആലയം പണിയാൻ ആഗ്രഹിക്കുകയാണ്. അതിനെന്താണ് ദാവീദേ? പണിതുകൊള്ളുക. ഒരു വലിയ ഭാഗ്യം തന്നെയല്ലേ അത്? ദൈവം നിന്നോട് കൂടെയുണ്ടല്ലോ, പിന്നെന്തിനാണ് പേടിക്കുന്നത്? താൻ സ്ഥിരപ്പെട്ടതിന് ശേഷം, അനുഗ്രഹിക്കപ്പെട്ടതിന് ശേഷം തൻ്റെ മനസ്സിനെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളഞ്ഞില്ല. സാധാരണമായിട്ട്, സ്വാഭാവികമായിട്ട് നമ്മൾ ദൈവത്തോട് കൂടുതൽ ചേർന്ന് വസിക്കുന്ന എപ്പോഴാണ്? കഷ്ടതയുടെ നടുവിൽ, ഞെരുക്കത്തിൽ, രോഗത്തിൻ്റെയും ദുഃഖത്തിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണമായിട്ട് ദൈവത്തോട് കൂടുതൽ ചേർന്ന് വസിക്കും. എപ്പോഴാണ് ദൈവത്തെ വിട്ട് അകന്നു പോകുന്നതെന്ന് അറിയാമോ? രോഗ ദുഃഖങ്ങളൊക്കെ മാറുമ്പോൾ, ജോലി കിട്ടുന്ന സമയത്ത്, വ്യാപാരം അനുഗ്രഹിക്കപ്പെടുമ്പോൾ, പ്രമോഷൻ ലഭിക്കുന്ന സമയത്ത്, ശമ്പളം കൂട്ടിക്കിട്ടുന്ന സമയത്ത്, എല്ലാം അനുഗ്രഹിക്കപ്പെടുമ്പോൾ, സുഖവും സന്തോഷവും സൗഖ്യവുമൊക്കെ സമൃദ്ധിയായിട്ട് കടന്നു വരുമ്പോൾ സാധാരണമായിട്ട് മനുഷ്യൻ്റെ സ്വഭാവം എന്താണെന്നറിയാമോ? അവൻ ദൈവത്തെ വിട്ടകന്നു പോകും. ഉയർച്ചയും സമ്പത്തുമൊക്കെ നൽകിയ ദൈവത്തെ മറന്നു പോകുന്നു. അങ്ങനെയുള്ളതായ ഒരു സ്വഭാവവും നമ്മുടെ ഇടയിൽ ആർക്കും തന്നെ ഉണ്ടാകുവാൻ പാടില്ല. ഇതിനു മുമ്പ് നമ്മൾ ധ്യാനിച്ചതായ മറ്റൊരു വിഷയമാണല്ലോ, ദൈവം സ്ഥിരപ്പെടുത്തിയതിനു ശേഷം ശലോമോൻ എന്തു ചെയ്തു? കാമം കൊണ്ട് നിറഞ്ഞിട്ട് അനേകം സ്ത്രീകളെ വിവാഹം കഴിച്ചതായി കാണുന്നു. ശിംശോനാണെങ്കിലോ ദൈവത്തിന്റെ ആത്മാവിനാലും ദൈവത്തിന്റെ ബലത്താലും നിറഞ്ഞതിനു ശേഷം തന്റെ ബലത്തിൽ ആശ്രയിച്ചുകൊണ്ട് സ്ത്രീകളുടെ പിറകെ പോയി. ഇവിടെ ദാവീദോ സിംഹാസനത്തിൽ സ്ഥിരപ്പെട്ടതിൻ്റെ ശേഷം തന്റെ കഷ്ടതയുടെ മധ്യയിൽ ദൈവത്തോട് താൻ എന്തെല്ലാമാണോ ഉടമ്പടി ചെയ്തിരുന്നത് അവയൊക്കെ നിറവേറ്റുവാനായി ശ്രമിക്കുകയാണ്. പ്രിയമാതാവേ, പിതാവേ, കഷ്ടതകളിൽ കൂടി നീ കടന്നു പോവുകയാണോ? എങ്കിൽ ആ സമയത്ത് എത്രയധികം വിത്തുകൾ വിതയ്ക്കാൻ കഴിയുമോ നിങ്ങൾ വിതയ്ക്കുക. പറയണം, കഷ്ടതയിൽ കൂടി പോവുകയാണ് കർത്താവേ, എന്നാൽ എൻ്റെ ആഗ്രഹം എന്തെന്നറിയാമോ? എൻ്റെ വേല ചെയ്യണം, മക്കളെക്കൊണ്ട് നിന്റെ വേല ചെയ്യിക്കണം. ഞാൻ പാപത്തിൽ ജീവിച്ചിരുന്നതായ സമയത്ത്, ഒരു പ്രയോജനമില്ലാത്തവനായി ജീവിച്ച സമയത്ത്, 12 വയസ്സുണ്ടായിരുന്നപ്പോൾ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചതിൻ്റെ ശേഷം എൻ്റെ മാതാവ് രക്ഷിക്കപ്പെട്ടിട്ട് ദൈവവേല ചെയ്യുന്ന ദൈവദാസന്മാരെ കണ്ടിട്ട് മനസ്സിലെന്ത് വിചാരിച്ചെന്നറിയാമോ? കർത്താവേ, പ്രയോജനമില്ലാതിരുന്ന എൻ്റെ മകൻ ഇപ്പോൾ രക്ഷിക്കപ്പെടാനിടയായല്ലോ.
കർത്താവേ, എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകൻ ഏതെങ്കിലും ഒരു വലിയ ജോലി നേടി സ്ഥിരപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അപ്പോഴെനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, നന്നായിട്ട് പഠിക്കുന്നവനല്ല, അവന് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചവനായ വ്യക്തിയാണ്. എന്നാൽ നീ അവനെ രക്ഷിക്കാനിടയായല്ലോ. വലിയ ദൈവദാസനാകണമെന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. എന്നാൽ മറ്റുള്ള ദൈവദാസന്മാർക്ക് കയ്യിൽ വെള്ളമൊഴിച്ചു കൊടുക്കുന്ന ഒരു ദാസനായിട്ടെങ്കിലും നിർത്തണമേ. ആ വാക്കുകൾ ദൈവം കേട്ടു. എന്താണ് മാതാവേ, നിങ്ങളുടെ മകൻ മറ്റുള്ള ദൈവദാസന്മാരുടെ കയ്യിൽ വെള്ളമൊഴിച്ചു കൊടുക്കുന്നവനായിട്ട് മാറ്റുകയിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് അനുഗ്രഹ വിഷയമാക്കി ഞാൻ അവനെ മാറ്റും. പ്രിയ മാതാവേ, പിതാവേ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കഷ്ടതയുടെ മധ്യയിൽ കൂടി, ഞെരുക്കത്തിൽ കൂടി, പലവിധ ബുദ്ധിമുട്ടിൽ കൂടി നീ കടന്നു പോകുന്നു. മക്കളെ വളർത്തുന്നത് വളരെ ബുദ്ധിമുട്ടിലാണ്, പഠിപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടിലാണ്. എന്നാൽ മക്കളെക്കുറിച്ചുള്ള ആഗ്രഹം എന്താണ്? ഈ കഷ്ടതയുടെ മധ്യയിലും നിന്റെ മക്കളെ എങ്ങനെയാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുക. കഷ്ടതയുടെ മധ്യയിലും ദൈവത്തെക്കുറിച്ചുള്ള നിന്റെ ആഗ്രഹം എന്താണെന്ന് പറയുക. കർത്താവേ, ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിന്റെ ദൈവവേലയിൽ ഭാഗവാക്കായി തീരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ എനിക്ക് അതിനുള്ള ആരോഗ്യമില്ല. ഞായറാഴ്ച ആലയത്തിൽ വന്നുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കർത്താവേ, ശുശ്രൂഷയിൽ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ആരോഗ്യമില്ലപ്പാ. പല ആലയങ്ങൾക്കും ഇങ്ങനെ കൊടുക്കുവാനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം, ദൈവത്തിൻ്റെ വേലയ്ക്കായിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ എൻ്റെ കഴിവ് ദൈവവേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം. ഞാനൊരു എഞ്ചിനീയറാണ്, ഒരു ബിൽഡറാണ്. ആലയത്തിൽ എനിക്കും ഭാഗവാക്കായി തീരാൻ ആഗ്രഹമുണ്ട്. എന്നാൽ എനിക്ക് അതിനുള്ളതായ ബലമില്ല. നീ കഷ്ടതയുടെ മധ്യയിൽ പ്രിയ സഹോദര സഹോദരി, ദൈവത്തിന് ഏത് ഉടമ്പടിയാണോ ചെയ്യുന്നത്, നീ എടുത്തതായ ഉടമ്പടി നിറവേറ്റുവാൻ കഴിയുന്നതായ വലിയ ശക്തി ദൈവം നിനക്ക് തരും. ഈ കഷ്ടതയുടെ മധ്യയിൽ എല്ലായ്പ്പോഴും കർത്താവേ, എന്നോട് മനസ്സലിയണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എനിക്ക് രോഗത്തിന് സൗഖ്യം തരണമേ, എനിക്കൊരു വീട് നൽകണമേ. കർത്താവ് ചോദിക്കും, എന്തിനു വേണ്ടി? അതെല്ലാം എനിക്ക് വേണ്ടിയാണപ്പാ. നിനക്ക് വേണ്ടിയാണെങ്കിൽ നീ കഷ്ടപ്പെടുക. എപ്പോഴാണോ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി എന്ന് നീ പറയുന്നത്, അപ്പോൾ ദൈവം ചോദിക്കും, പിന്നെ എൻ്റെ വേലയുടെ കാര്യമെന്ത്? ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യും? പറയുക, നിനക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യില്ല കർത്താവ്, എല്ലാം എനിക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തത്. എങ്കിൽ നീ ചെയ്തുകൊള്ളൂ. എപ്പോഴാണോ ഞാൻ എന്ന വാക്കിനെ മാറ്റിയെടുത്ത് നീ എന്ന് നീ പറയുന്നത്, ദൈവം അപ്പോൾ നിന്നിലേക്ക് നോക്കും. എന്തുകൊണ്ടെന്നാൽ ഈ ലോകം സ്വാർത്ഥത കൊണ്ട് നിറഞ്ഞതാണ്. മനുഷ്യനെല്ലായ്പ്പോഴും ഞാൻ ഞാൻ ഞാൻ, എന്നെ 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 എന്ന് പറഞ്ഞാണ് ജീവിക്കുന്നത്. അല്ലാതെ ദൈവമേ, നിനക്ക് വേണ്ടി, നിന്റെ രാജ്യത്തിന് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി, നിന്റെ വേലയ്ക്ക് വേണ്ടി, നിന്റെ സുവിശേഷത്തിന് വേണ്ടി, നിന്റെ രാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞെന്നിരിക്കട്ടെ. അപ്പോൾ തന്നെ ദൈവം നിന്നിലേക്ക് നോക്കും. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം വായിക്കുന്നു, ഓരോരുത്തൻ സ്വന്ത ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം. ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അതാണിവിടെ പറയുന്നത്. എല്ലാ വ്യക്തികളും സ്വന്തം കാര്യം തന്നെയാണ് നോക്കുന്നത്. 21-ാമത്തെ വാക്യം, യേശുക്രിസ്തുവിൻ്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നത്. ശ്രദ്ധിക്കുക, നമ്മളിൽ എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? എല്ലാവരും സ്വന്തം കാര്യം മാത്രമാണ് നോക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ വേലയുടെ കാര്യം എന്താണ്? കർത്താവിൻ്റെ ആലയത്തിൻ്റെ കാര്യം എന്താണ്? ഒരു നിമിഷം ചിന്തിക്കൂ. എല്ലാവരും സ്വന്തം കാര്യം മാത്രം നോക്കുന്നു. അപ്പോൾ എൻ്റെ കാര്യം ആരും നോക്കും? എല്ലാവരും കർത്താവെ, എന്നെ അനുഗ്രഹിക്കണമേ, 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 എനിക്കത് നൽകണമേ, എനിക്ക് ഇത് നൽകണമേ. ആർക്കു വേണ്ടി? എനിക്ക് വേണ്ടിയാണ് കർത്താവ്. പിന്നെ എനിക്ക് വേണ്ടി ആർ ചെയ്യും? നിങ്ങൾ പറയുക, ദൈവത്തിനു വേണ്ടി എന്താണ് ചെയ്യുന്നത്? പറയുക. ഇന്ന് നിന്റെ ജീവിതത്തിൽ എല്ലാം നിനക്ക് വേണ്ടി തന്നെ നീ നോക്കുന്നു. നിഗളമായിട്ട് ഞാൻ പറയുകയല്ല. എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ 30 വർഷത്തിൽ പരമായിട്ട് ഹൈദരാബാദിൽ വന്ന് ദൈവവേല ചെയ്യുകയാണ്. ഏകദേശം 41 വർഷങ്ങളായിട്ട് കർത്താവിനോടൊപ്പം നടക്കുകയാണ്. എന്നാൽ എനിക്ക് വേണ്ടി എനിക്കെന്ന് പറഞ്ഞ് ഞാൻ ആഗ്രഹിച്ചത് ഒരുപക്ഷെ ഒന്നും തന്നെ ഇല്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ എപ്പോൾ മുഴങ്കാലം മടക്കിയാലും കർത്താവ് എനിക്കത് തരണമേ, എനിക്കിത് തരണമേ, ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല. കർത്താവ് എനിക്ക് നല്ലൊരു വീട് തരണമേ എന്നിതുവരെയും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. നല്ല കാറ് തരണമേ എന്നിതുവരെയും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. എനിക്കത് നൽകണമേ, ഇത് നൽകണമേ, ഇങ്ങനെയൊന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. എന്നാൽ ദൈവം എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? കുറവ് വരുത്തിയിട്ടില്ല. ഞാൻ ചോദിച്ചില്ല എങ്കിലും അധികമായിട്ട് ദൈവം ഈ എളിയ ദൈവദാസനെ അനുഗ്രഹിച്ചു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രാർത്ഥനയെല്ലാം എല്ലായ്പ്പോഴും അവൻ്റെ രാജ്യത്തെക്കുറിച്ചായിരുന്നു, വേലയെക്കുറിച്ചായിരുന്നു, നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചായിരുന്നു, നിങ്ങളെക്കുറിച്ചായിരുന്നു.
നിങ്ങളുടെ മക്കളെക്കുറിച്ച്, എൻ്റെ മക്കളെക്കുറിച്ച്. നമ്മുടെ മക്കളെ ദൈവം എന്തിനാണ് തന്നിരിക്കുന്നത്? നമുക്ക് വേണ്ടിയാണ് തന്നിരിക്കുന്നത്. ഉറക്കെ പറയുക, ദൈവം എനിക്ക് മക്കളെ തന്നിരിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല. ദൈവം തന്നിരിക്കുന്ന മക്കളെ അവന് വേണ്ടിയാണ് തന്നത്. അവനു വേണ്ടി വളർത്താനാണ് തന്നിരിക്കുന്നത്. അവൻ്റെ വേല ചെയ്യിക്കാനാണ് തന്നിരിക്കുന്നത്. എൻ്റെ മക്കൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ 2 മക്കളെയും ദൈവത്തിനായിട്ട് ഞാൻ സമർപ്പിച്ചിരുന്നു. കർത്താവേ, എൻ്റെ 2 മക്കളെയും. അവർ എൻ്റെ മക്കളല്ല, അവർ നിന്റെ മക്കളാണ്. നിന്നെ സേവിക്കുവാൻ, നിനക്ക് വേണ്ടി ജീവിക്കാനാണ് അവർ ജനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞവരെ സമർപ്പിച്ചു. എന്നെയും എൻ്റെ ജീവിതത്തെയും എനിക്കുള്ളതായ സകലത്തെയും ദൈവത്തിനു വേണ്ടി സമർപ്പിച്ചപ്പോൾ, പ്രിയ സഹോദര സഹോദരി, പറയട്ടെ, ഞാൻ എന്ത് ആഗ്രഹിച്ചാലും അത് ദൈവനാമ മഹത്വത്തിനായിരുന്നു. ഞാനിന്ന് ചോദിക്കട്ടെ, നിങ്ങളെന്താണ് ആശിക്കുന്നത്? നിനക്ക് വേണ്ടിയാണ് നീ ചിന്തിക്കുന്നത്? ദൈവത്തിനു വേണ്ടി നീ എന്താണ് ചിന്തിക്കുന്നത്? ദൈവരാജ്യത്തിനു വേണ്ടി എന്താണ് ആഗ്രഹിക്കുന്നത്? ജീവിച്ചിരിക്കുന്നവൻ ഇന്നു മുതൽ തനിക്ക് വേണ്ടിയല്ലാതെ തനിക്ക് വേണ്ടി പ്രാണൻ തന്നിരിക്കുന്ന കർത്താവ് യേശുക്രിസ്തുവിനു വേണ്ടി ജീവിക്കണം. ഇതാണ് ദൈവത്തിൻ്റെ വിളി, ഇതാണ് അവൻ്റെ ഇഷ്ടം. നമ്മൾ ജീവിക്കേണ്ടത് ആർക്കു വേണ്ടിയാണ്? പറയൂ. അതെന്താണ് ബ്രദറെ, ഞാൻ ബുദ്ധിമുട്ടുന്നത്, ഞാൻ ഞെരുക്കത്തിൽ കൂടി സമ്പാദിച്ചു കൂട്ടുന്നത് ദൈവത്തിനാണോ? മാവിനോട് ചോദിക്കണം, മാവേ, നീ ഇപ്പോൾ ജീവിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? നിനക്ക് വേണ്ടിയെന്ന് പറയും. അറിയാമോ അത്? മാവിനോട് ചോദിക്കണം, മാവേ, ഇത്ര നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ടല്ലോ, ഇത്ര നിറയെ കായ്കൾ ഉണ്ടായിട്ടുണ്ടല്ലോ, ഇത്ര നിറയെ മാങ്ങകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. മാവേ, ഇത് ആർക്കു വേണ്ടിയാണ്? അപ്പോഴെന്ത് പറയും? നിനക്ക് വേണ്ടിയാണ്. അയ്യോ, എനിക്ക് വേണ്ടിയാണോ? അതെ, ദൈവം നിങ്ങളെ തൃപ്തരാക്കാനായിട്ടാണ് എന്നെ ഈ ഭൂമിയിൽ നട്ടിരിക്കുന്നത്. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് വേണ്ടി ഞാൻ ഭരിച്ചുകൊണ്ടേയിരിക്കും. തൃപ്തിയോടെ നീ പഴം തിന്നുക. എന്നെ നട്ടിരിക്കുന്നത് അതെനിക്ക് വേണ്ടിയല്ല. ഒരു മാവ് ആയിരക്കണക്കിന് മാങ്ങകൾ കായ്ച്ചാലും, ആയിരക്കണക്കിന് മാങ്ങാപ്പഴങ്ങൾ അതിലുണ്ടായാലും, മാവ് അതിൽ ഒരു പഴമെങ്കിലും തിന്നതായിട്ട് ഇന്നുവരെ ചരിത്രത്തിൽ ഇല്ല. അങ്ങനെയുണ്ടോ? എത്ര മാങ്ങകൾ കായ്ച്ചാലും അതിലൊരു മാങ്ങ പോലും മാവ് തിന്നുന്ന ചരിത്രമില്ല. ഒരു റോസച്ചെടിയിൽ എത്ര റോസാ പുഷ്പങ്ങൾ പുഷ്പിച്ചാലും ഒരു പൂവിനെ പോലും അത് മറച്ചുവെക്കില്ല. സൃഷ്ടി പറയുകയാണ്, എന്താണെന്നറിയാമോ? ഞങ്ങൾ ജനിച്ചിരിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഫലിക്കാനാണ്, ജീവിക്കുവാനാണ്, ഫലം കായ്ക്കാനാണ്. അത് വാസ്തവമാണെങ്കിൽ ദൈവത്തിന്റെ സ്വരൂപത്തിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരായ നമ്മൾ ആർക്കു വേണ്ടിയാണ് ജനിച്ചത്? പറയുക. ആർക്കു വേണ്ടിയാണ്? ഞങ്ങൾക്ക് വേണ്ടിയാണ് ജനിച്ചത്. അങ്ങനെയാണോ? ആർക്കു വേണ്ടിയാണ്? ഞങ്ങൾക്ക് വേണ്ടിയാണ് ജനിച്ചത്. നിങ്ങൾക്ക് വേണ്ടി ജനിച്ചെന്നാണോ? അല്ല. ദൈവം തന്റെ സ്വരൂപത്തിലും തന്റെ സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചതിൻ്റെ കാരണം അറിയാമോ? നാം അവനെ സ്നേഹിക്കാനാണ്, അവൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാനാണ്, അവനെ അനുസരിക്കുവാനാണ്, അവൻ്റെ ഹിതപ്രകാരം ജീവിക്കാനാണ്, ഫലമായിട്ട് അനേകർക്ക് അനുഗ്രഹ വിഷയമായിട്ട് ജീവിക്കാനാണ്. അതുകൊണ്ട് മറക്കരുത്. കർത്താവെ, ഓരോ മാവും അത് അതിനുവേണ്ടിയല്ലല്ലോ ജീവിക്കുന്നത്. അതിൽ കായ്ക്കുന്നതായ ഓരോ പഴങ്ങളും അത് പങ്കുവയ്ക്കുന്നു. അങ്ങനെ പങ്കുവയ്ക്കുന്നത് കൊണ്ടാണത് ജീവിക്കുന്നത്. കർത്താവേ, എന്നാൽ ഞങ്ങൾക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നില്ല. സ്വാർത്ഥത വർദ്ധിച്ചതുകൊണ്ടല്ലേ? ഞാൻ, എൻ്റേത്, എനിക്ക് എന്നെല്ലാവരും പറയുന്നത് കൊണ്ടല്ലേ? കർത്താവേ, ആ സ്വാർത്ഥത മാറ്റണമേ. എല്ലാവരും സ്വന്തം കാര്യം മാത്രമാണ് നോക്കുന്നത്, ദൈവിക വിഷയങ്ങൾ നോക്കുന്നില്ല. കർത്താവേ, ദൈവിക വിഷയങ്ങൾ കാണുവാനുള്ള മനസ്സെനിക്ക് നൽകണമേ. നിന്റെ കാര്യങ്ങൾ, നിന്റെ വേല, നിന്റെ സുവിശേഷം, നശിച്ചുപോകുന്ന ആത്മാക്കളോടുള്ള ഉത്തരവാദിത്തം, ഈ ഒരു മനസ്സ് ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. ദാവീദ് നിന്നെക്കുറിച്ച് ആലോചിച്ചതുകൊണ്ട് നീ ദാവീദിനെക്കുറിച്ച് ആലോചിക്കുന്നു. ദാവീദിനോട് കൂടെയിരിക്കുമെന്ന് നീ പറഞ്ഞു. ദാവീദിന് വിജയം കൊടുക്കുമെന്ന് പറഞ്ഞു. അവൻ്റെ സിംഹാസനത്തെ നീ ബലപ്പെടുത്തുമെന്ന് പറഞ്ഞു. സമാധാനമായി അവൻ നിദ്രകൊള്ളുമെന്ന് പറഞ്ഞു. അവൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുമെന്ന് നീ പറഞ്ഞു. കർത്താവ്, നിന്നെക്കുറിച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ എത്രയോ അനുഗ്രഹങ്ങളാണ്. കർത്താവ്, നിന്റെ സകല അനുഗ്രഹങ്ങളും പ്രാപിച്ചെടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address: Calvary, Post Box number 30, Kukatpalli, Hyderabad 72.